നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങളുടെ കാരണങ്ങളെല്ലാം നമ്മൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അർത്ഥമാക്കിയത് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ നിന്ന് വരുന്നതാണ്. ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് പാലിക്കാറുണ്ട്. നോക്കൂ, ഒരു ബിരിയാണി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ സുഭിക്ഷമായി കഴിക്കും. പക്ഷേ നമ്മൾ പിന്നീട് പറയും നെയ്യുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ബിരിയാണി പോലത്തുള്ള ആഹാരങ്ങൾ അങ്ങനെ കഴിക്കില്ല എന്ന്. എന്നാൽ നമ്മൾ ഇത് കൊടുന്നു വെച്ചാൽ, നമ്മുടെ മുന്നിൽ കൊടുന്നു വെച്ചാൽ നമ്മൾ കഴിക്കാതെ ഇരിക്കില്ല. അപ്പോൾ നമ്മുടെ കൺട്രോളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഫുഡ് എത്ര കണ്ട് കുറക്കുന്നുവോ, നമ്മുടെ വയറിന് അനുസരിച്ച് എത്ര കണ്ട് ഫുഡ് കുറക്കുന്നുവോ അത്ര നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു 10-15 കൊല്ലം മുന്നേ. ആ വ്യക്തി ഫുഡ് നന്നായി കഴിക്കുമായിരുന്നു. അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കും, ഒരുപാട് ഫുഡ് കഴിക്കും. ഞാൻ പറയാറുണ്ടായിരുന്നു ഇത്ര ഫുഡ് കഴിക്കില്ലേ. അപ്പോൾ ആൾ എന്നോട് പറയും ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കണം, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞതും ആൾ കേൾക്കാറുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഒരു എക്സസൈസും ഇല്ല. ആ മനുഷ്യൻ ഇപ്പോൾ നാട്ടിൽ പോയതിനു ശേഷം, നാട്ടിൽ പോയിട്ട് 5 കൊല്ലമായി, കമ്പനിയിൽ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെക്കാൻ കാരണം ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് ആൾ ജോലി വേണ്ടാന്ന് വെച്ച് നാട്ടിൽ പോവുകയും ഇപ്പോൾ നാട്ടിൽ ഒരു ചെറിയൊരു ജോലി ചെയ്യുകയാണ്. വെറും ദിവസക്കൂലിയായ 500 രൂപയുടെ ചെറിയൊരു ജോലി ചെയ്യുകയാണ്. ഈ മനുഷ്യനെ ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടു. ആളുടെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. വയറൊക്കെ ചാടിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ആ മനുഷ്യന്റെ ചിത്രം ഞാൻ കണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫുഡ് നമ്മൾ നന്നായി കൺട്രോൾ ചെയ്യണം. കാരണം നമ്മുടെ ആരോഗ്യം, ജീവിച്ചിരിക്കുന്നവരെ നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ കാത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ആര് കാത്ത് സൂക്ഷിക്കും? പണ്ടത്തെ പോലെയല്ല. ഫുഡിന് എവിടെയും കിട്ടാൻ ഒരു വിഷമവുമില്ല. എവിടെയും ഫുഡുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ കൺട്രോൾ ചെയ്താൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. ടേക്ക് കെയർ.